ഒരു നല്ല തിരക്കഥക്ക് ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഇന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മലക്കോട്ടെ വാലിബൻ കണ്ടിരിക്കുകയാണ്. സത്യം പറയട്ടെ, ലാഗിന്റെ അങ്ങേയറ്റം. ഒരു സിനിമയെക്കുറിച്ച് തുടക്കം തന്നെ ആ സിനിമയുടെ മോശം അഭിപ്രായം പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഒരുപാട് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് കിട്ടുമെന്ന ധാരണയിൽ ഒരുപാട് വലിയ വായിൽ കുറെ ഡയലോഗുകൾ അടിച്ച കുറെ ആളുകളെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഒരു പക്ഷേ മലക്കോട്ടെ വാലിബൻ. മലക്കോട്ടെ വാലിബല് മോഹൻലാലിന്റെ ഇൻട്രോ സീന് തിയേറ്റർ അങ്ങോട്ട് കുലുങ്ങും എന്നൊക്കെ പറഞ്ഞത്, മോഹൻലാൽ അത് കുലുങ്ങോ കുലുങ്ങില്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കുലുങ്ങിയില്ലെങ്കിൽ എന്റെ നെഞ്ചത്തൊട്ട് വരരുതെന്ന് പറയുന്ന ആ ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ എന്തായാലും നന്നായി. അതുപോലെ തന്നെ സിനിമയുടെ സിനിമോട്ടോഗ്രാഫർ ആയിട്ടുള്ള ആള് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അദ്ദേഹത്തിനോടൊന്നും പറയാതെ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ബ്രില്യൻ്റ് ആണെന്ന്. സത്യമാണ്, സിനിമയിൽ ബ്രില്യൻ്റ് ആയത് മോഹൻലാൽ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ നടന്മാരും നടിമാരും ചെയ്തത് നാടക അഭിനയം തന്നെയാണ്. നാടകം തന്നെയായിരുന്നു ഒരു പക്ഷേ നമ്മൾ തിയേറ്ററിൽ കണ്ടത്. ഓക്കെ, വ്യത്യസ്തനായിട്ടുള്ള ലിജോ ജോസ് പള്ളിശ്ശേരി അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാകാം അങ്ങനെ ചെയ്തിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് മോഹൻലാൽ എന്ന ക്യാരക്ടർ മാത്രം റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചു? ബാക്കിയുള്ള ആളുകൾ എന്തുകൊണ്ട് നാടകീയത കൊണ്ടുവന്നു? അതും അതും ഡയറക്ടർ ബ്രില്യൻസ് ആണ് എന്ന് തന്നെയാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ തുടക്കം തന്നെ പറഞ്ഞല്ലോ, ഒരു നല്ല തിരക്കഥക്ക് ഒരു നല്ല സിനിമയാകാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് ഞാൻ തിയേറ്ററിൽ വെച്ച് അനുഭവിച്ചറിഞ്ഞതാണ്. ഒരുപാട് ലാഗ്, അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്റ്റൈലുകളുണ്ട്. ക്യാമറ ആംഗിൾസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന ആ ഒരു സ്വഭാവക്കാരനാണ് ആള്. പക്ഷെ ആ എടുക്കുന്നതൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ട രീതിയിലാക്കാനും കഴിവുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ മലക്കോട്ടെ വാലിബനില് അത് കുറച്ച് ഓവർ ആക്കിയോ എന്നൊരു സംശയം. കുറെ ആളുകൾ ഈ ഒരു സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തോന്നിപ്പോയി. കാരണം സിനിമ കഴിഞ്ഞോ, അല്ല അത് വീണ്ടും തുടങ്ങുന്നു, അല്ല അത് കഴിഞ്ഞോ, ആ ഒരു ഡയലോഗുകൾ ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ ലാലേട്ടൻ നല്ല വൃത്തിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടനെ കൊണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ആ ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടർ അത് വൃത്തിയിൽ ലാലേട്ടൻ ചെയ്തു എന്ന് മാത്രമാണ് ഈ ഒരു സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സിനിമയുടെ തിരക്കഥയൊക്കെ ചിലപ്പോൾ വായിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. സിനിമയായി വരുമ്പോൾ അത് ഒരു പക്ഷേ ഡയറക്ടർ വിചാരിച്ച രീതിയിലേക്ക് സിനിമ വന്നില്ല എന്ന് തന്നെ അടിവരയിട്ട് പറയേണ്ടി വരും. ഒരു കാലഘട്ടമോ ഒരു സമയമോ ഒന്നും പറയാത്ത സിനിമയാണ്. അതിൽ ബ്രിട്ടീഷുകാരൊക്കെ കയറി വരുന്നത് നമ്മൾ ഈ ട്രെയിലറിലും കണ്ടതാണ്. ഞാൻ കഥയിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ട്രെയിലറിലൊക്കെ കണ്ടത് അപ്പൊ തന്നെ നമുക്കറിയാം ആ ഒരു കാലഘട്ടം കൂടി അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു പക്ഷേ അത് 900-ന് മുന്നേ ഉള്ള, അതിനൊക്കെ എത്രയോ പിന്നിലുള്ള കഥയാണ് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം അവർ അത്രയും വർഷം പഴക്കമുണ്ടല്ലോ ഇന്ത്യയിലോട്ട് വന്നിട്ട്. അപ്പോ ഇതിൽ സംഭവിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ആർട്ട് വർക്ക് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ നീതി പുലർത്തിയിട്ടുണ്ട്. അതായത് കോസ്റ്റ്യൂം ഒക്കെ നാളെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ തേച്ചൊട്ടിക്കാൻ നിൽക്കുന്ന ആളുകളല്ല. നമ്മൾ ഒരു സിനിമയുടെ ചെറിയ പ്രശ്നങ്ങളൊന്നും വകവെക്കാതെ ആ സിനിമ കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. സിനിമ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ കരച്ചിൽ വന്നു പോകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് LJP ഇങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചത് എന്നുള്ളത്. സിനിമയുടെ ഏറ്റവും അവസാനം എത്തുമ്പോൾ രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു ഹിന്റും അല്ലെങ്കിൽ ഒരു സാധനം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെ അത്രയും നേരം നമ്മൾ സിനിമ കണ്ട് ചിലപ്പോൾ ലാഗ് അടിച്ച് ചിലർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും, ചിലപ്പോൾ ലാഗ് അടിക്കും. അങ്ങനെ ലാഗ് അടിച്ച് അവിടെ എത്തി, എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ലാഗ് അടിച്ച് അവിടെ എത്തിയപ്പോൾ അടുത്ത ഒരു ഭാഗമുണ്ട് എന്ന് കാണിക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഒരു പക്ഷെ എനിക്ക് കോരിത്തരിപ്പുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അതായത് അടുത്തൊരു ഭാഗമുണ്ട്. അപ്പൊ തന്നെ തിയേറ്റർ ഇറങ്ങുന്ന സമയത്ത് എന്തിനാണ് രണ്ടാം ഭാഗത്തിലേക്ക് കൊണ്ടുപോയത്? അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഒരു ചീത്തപ്പേര് അവിടെ അവസാനിപ്പിക്കാമായിരുന്നില്ലേ എന്ന് പോയി. LJP ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്, സംഭവം ഒക്കെ ശരിയാണ്. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും ആ ഒരു ബ്രില്യൻസ് വർക്ക് ആവണമെന്നില്ല. നല്ല ഒരു നടനെ കിട്ടി ഉപയോഗിച്ചില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവിടെ അങ്ങനെ ഉപയോഗിക്കേണ്ടതായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ലാലേട്ടൻ നല്ല വൃത്തിയിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അദ്ദേഹം ചെയ്തു വെച്ചു, റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള നടീ നടന്മാര്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും നാടകം ആയിരുന്നു അവിടെ കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. ഗുസ്തി തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. ഗുസ്തി കളറിയും കാര്യങ്ങളൊക്കെ ഇടകലർന്നിട്ടാണ്, അതൊക്കെ ട്രെയിലർ നമുക്ക് തന്നതുപോലെ തന്നെയാണ്. ഒരു പക്ഷേ ട്രെയിലറും ടീസറും എല്ലാം കാണിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു സിനിമയല്ല. അപ്പൊ അത് കണ്ട് നമ്മൾ പ്രതീക്ഷിച്ച് സിനിമാ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ എന്നെ പോലെ നിങ്ങളും ഒരു പക്ഷേ ഇങ്ങനെ നിരാശനായി വന്ന് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ വീഡിയോ ചെയ്യേണ്ടി വരും. ഒരിക്കലും ഒരു സിനിമ ഞാൻ അടിച്ച് ആക്ഷേപിക്കുന്നില്ല. സിനിമ വൺ ടൈം വാച്ചബിൾ ആണ്. ലാഗ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ
സംശയമൊന്നും വേണ്ട. തിയേറ്ററിൽ ഇരുന്ന് പൂക്കി വിളിക്കുന്ന ആളുകളെ കണ്ടു. അതുപോലെ തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായി സംസാരിക്കുന്ന ആളുകളെ കണ്ടു. സിനിമ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയും കണ്ടു. ആ ഒരു സിനിമ ഞാൻ ഇതാ കഴിഞ്ഞു 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 എന്ന് തന്നെ ഞാനും ധരിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. മോഹൻലാൽ നല്ല വൃത്തിയിൽ ചെയ്തു. അത് മാത്രമാണ് സിനിമയുടെ ക്വാളിറ്റി ആയിട്ട് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് സിനിമോട്ടോഗ്രാഫി ചെയ്ത ആളെന്നെ അത് ബ്രില്യൻ്റ് തന്നെയാണ് കേട്ടോ. അയാളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ കിടക്കുന്ന ഒരു രാജസ്ഥാൻ മരുഭൂമിയൊക്കെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യം പകർത്തി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഒരു കഴിവ് തന്നെയാണ്. പിന്നെ മ്യൂസിക് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഉപയോഗിച്ചത് അത് ശരിക്കും മുഴച്ചു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ്. മലൈക്കോട്ടെ വാലിബനിലെ ഒരു ശബ്ദ മിശ്രണത്തിന്റെ ഭാഗത്ത് വരുന്നൊരു വലിയ മിസ്റ്റേക്ക്, അതായത് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന ഒരു ചെറിയ ക്രൗഡിനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിരിക്കുന്നത് സത്യം പറയാച്ചുണ്ടെങ്കിൽ അർജന്റീന ബ്രസീലൊക്കെ കളി നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആരവങ്ങളില്ലേ, അതുകൊണ്ട് ഇട്ടിട്ട് അനാവശ്യമായിട്ട് അവിടെ ഒരു ശബ്ദ മിശ്രണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പലയിടങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇടയ്ക്ക് ലാലേട്ടന്റെ കുഞ്ഞു ഡയലോഗുകൾ, കുറച്ച് ഡയലോഗുകൾ ഉള്ളൂ സിനിമയിൽ, ആ ഡയലോഗുകൾ വരുമ്പോൾ അത് കവർ ചെയ്ത് പോകും. പിന്നെ നമ്മൾ കണ്ടു മറന്ന ഒരു കഥയുമായി സാമ്യമുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, കുറച്ച് സീനുകളുണ്ട്. അതായത് നമ്മൾ കണ്ടു മറന്ന വായിച്ച കഥകളുമായി സാമ്യമുള്ളത്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് ഇന്ന സംഭവം അവിടെ സംഭവിക്കുന്നത്. ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ചിട്ട്, കാരണം നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം വിലയിരുത്തുന്നതാണ് നല്ലത്. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ അവർ കൊടുത്ത ഹൈപ്പ് ഒന്നും ഇല്ല. ഇതൊരു സാധാരണ സിനിമയാണ്. ഒരു അവാർഡ് സിനിമ കാണുന്ന പ്രതീതിയോടുകൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ യാതൊരു തര പ്രശ്നവും ഉണ്ടാവില്ല. അത് കണ്ട് ഇങ്ങ് പതുക്കെ വരാം, അത്രയേ ഉള്ളൂ. ഇതൊരു മാസ് എന്റർടൈനർ മൂവി അല്ല, ആദ്യം തന്നെ പറയാം. ഇതൊരു സ്ലോ വേർഷനിൽ പോകുന്ന സിനിമയാണ്. ഒരുപാട് ഡ്രാമ നിറഞ്ഞ ഒരു കഥയിലൂടെയാണ് കടന്നു പോകുന്നത്. തിരക്കഥ നന്നായാൽ സിനിമ നന്നാവില്ല. അത് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് ലിജോ ജോസ് പല്ലിശ്ശേരി കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ സ്റ്റൈലുകളൊക്കെ നമുക്ക് ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനും ഒരു ആവർത്തന വിരസത അതുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാമറ ആംഗിൾസ് ഒക്കെ അദ്ദേഹം കൊടുക്കുന്നത് സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെയും ഭാവനയുടെ ആഴത്തട്ടിലേക്ക് എത്തി അത് മുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ അത്തരം സീനുകളുടെ അതേ സാധനങ്ങൾ ഇതിലോട്ട് കടന്നു വരുന്നത്. ക്യാമറ ആംഗിൾസിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ വ്യത്യസ്തനാണ് എന്ന് കാണിക്കാൻ മനഃപൂർവ്വം, ഞാനൊരു ബുദ്ധിജീവി സ്റ്റൈലാണ് എന്ന് മനഃപൂർവ്വം പറയാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സിനിമ ലേഖടിപ്പിക്കുന്ന ഒരു മനോഭാവം സത്യം പറയിച്ച LJPയുടെ മലൈക്കോട്ടെ വാലിബനിൽ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ മാത്രം മികച്ചു നിൽക്കുമ്പോൾ മറ്റുള്ള ആളുകളുടെ നാടകീയത മാത്രമാണ് സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സങ്കടം നിറഞ്ഞത്. പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന മലൈക്കോട്ടെ വാലിബനാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് പലർക്കും പല സ്ലാങ്ങുകളൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അച്ചടി നിറഞ്ഞ ആ ഒരു കാലഘട്ടം, ഇത് പറയുന്നില്ലെങ്കിൽ പോലും പഴയ കാലഘട്ടം തന്നെയാണ്. അച്ചടി നിറഞ്ഞ ഭാഷയല്ല ഒരു പക്ഷേ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. സിനിമയിൽ അച്ചടി നിറഞ്ഞ ഭാഷകൾ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്തതാകും. ആളുകൾ ക്രിട്ടിസൈസ് ചെയ്താലും വ്യൂ കിട്ടുന്ന ഒരു കാലമാണല്ലോ ഇത്, അതുകൊണ്ടാകാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 10ൽ 5 മാർക്ക് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്നുള്ളൂ. രണ്ടാം ഭാഗം നന്നാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നാം ഭാഗത്തിനേക്കാൾ മോശമായി കഴിഞ്ഞാൽ അത് LJPയെ പിടിച്ചു നിർത്താൻ ഇനി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ലാലേട്ടൻ എന്തായാലും നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അത്ര എനിക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക.